CPM നേതാവ് KJ ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ KM ഷാജഹാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി. ആലുവ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത്. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, ഇപ്പോൾ ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ മൊഴിയെടുക്കൽ അത് പുരോഗമിച്ചു വരികയാണോ? ദിവ്യ, അല്പസമയം മുമ്പാണ് ആലുവയിലെ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷന് മുൻപാകെ KM ഷാജഹാൻ ഹാജരായത്. KJ ഷൈനിന്റെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നത്. ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നോട്ടീസ് നൽകിയെങ്കിലും ഷാജഹാൻ ഇന്നലെ ഹാജരായിരുന്നില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഷാജഹാൻ ആലുവയിലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ അവിടെ മുൻപും DYSP അദ്ദേഹം അവിടെ എത്തുകയും പിന്നീട് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ തിരുവനന്തപുരത്തുള്ള ഉള്ളൂരിലെ വീട്ടിൽ പോലീസ് എത്തുകയും സൈബർ പോലീസ് അവിടെ പരിശോധന പൂർത്തിയാക്കുകയും അവിടെ നിന്നും ഷാജഹാന്റെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ഡിജിറ്റൽ തെളിവ് കൂടിയാണ് ഈ മൊബൈൽ ഫോൺ. KM ഷാജഹാന്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് വഴി ഈ ഷൈൻ ടീച്ചർക്കെതിരെയും അതുപോലെ ഉണ്ണികൃഷ്ണൻ MLA-ക്കെതിരെയെല്ലാം തന്നെയും അപകടകരമായ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഈ കേസിന് ആധാരമായ കാര്യം. ഇതിൽ രണ്ടാം പ്രതിയാണ് KM ഷാജഹാൻ. KM ഷാജഹാന് പിന്നീട് ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് പോകുമോ എന്ന കാര്യം എല്ലാം തന്നെയും ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ കേസിലെ ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണൻ അദ്ദേഹവും ഇന്നലെ ഹാജരാകേണ്ടതായിരുന്നു. ഇന്നലെ നോട്ടീസ് നൽകിയും ഹാജരായിരുന്നില്ല. പിന്നീട് ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസിൽ മൂന്നാം പ്രതിയായ യാസർ എടപ്പാൾ അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വിദേശത്താണെന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണവുമായി പ്രതികൾ സഹകരിച്ചില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക്, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ KM ഷാജഹാൻ ചോദ്യം ചെയ്യലിനായി എത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.